ദിവസം ഞങ്ങൾ ഒബ്രോൺ മോളിലൊക്കെ കയറി. അത് കഴിഞ്ഞ് ഇവിടെ അടുത്ത് വേറൊരു സ്ഥലമുണ്ട്, അവിടെ ഫുഡ് കഴിക്കാൻ പോവാണ്. ഒബ്രോൺ മോളിൽ രാവിലെ കയറിയപ്പോൾ ഫുഡൊന്നുമില്ല, നമ്മൾ പ്രതീക്ഷിക്കുന്ന ഫുഡൊന്നുമില്ല. അപ്പോൾ വേറൊരു സ്ഥലം ഞങ്ങൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, അപ്പോൾ അങ്ങോട്ട് ഫുഡ് കഴിക്കാൻ പോവാ. ഹായ് പറ ചേച്ചി. ഹായ് ഹായ് ഹായ്. ചിക്കനായിരുന്നു കഴിച്ച, പക്ഷെ പോയി വിശപ്പിൻ്റെ ഇത് കാരണം വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഫിനിഷ് ആയപ്പോഴും ഓർത്തെ. കഴിച്ചു കഴിഞ്ഞു നേരെ ഫോർട്ട് കൊച്ചിയിലോട്ട് പോകാമെന്ന് വിചാരിച്ചു, ജ്യൂസ് ടൗണിലോട്ട്. ജ്യൂസ് ടൗണിലോട്ട് കയറുമ്പോൾ അതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മുടെ കൊച്ചിയുടെ ചെറിയൊരു മാപ്പ് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ആ വോളിലൊരു ചെറിയൊരു മാപ്പ് നല്ല ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ പെട്ടെന്ന് അതിനെ ക്യാപ്ചർ ചെയ്തു. നീണ്ട കാലത്തെ അറൗണ്ട് എനിക്ക് തോന്നുന്നു 450 വർഷം വരെ പഴക്കമുള്ള ഒരു പഴക്കം ചരിത്രമുള്ള ഒരു സ്ഥലമാണ് സിനഗോഗ് അഥവാ ജൂത തെരുവ്. മട്ടാഞ്ചേരി പാലസ് മുതൽ നമ്മുടെ സിനഗോഗ് വരെയുള്ള പരദേശ് തെരുവ് വരെയാണ് ജൂത തെരുവ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇപ്പം ആ ഒരു സ്ട്രീറ്റ് വഴിയാണ് നമ്മൾ പോകുന്നത്. ഭയങ്കര അടിപൊളിയാണ് ഈ സ്ഥലം. എനിക്ക് തോന്നുന്നു ഈവനിങ് ആയിരിക്കും കൂടുതൽ രസം. ഞങ്ങൾ വന്നപ്പോൾ ഇന്നൊരു ഉച്ച ടൈമാണ്, അതിൻ്റെ ഒരു ഇത് മാത്രമേ ഉള്ളൂ. പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് ഏരിയ ആയതുകൊണ്ട് എനിക്കൊന്ന് നല്ല വൃത്തിയാണ്, ഭയങ്കര ക്ലീനാണ്. ഈ പോകുന്ന വഴിക്ക് രണ്ട് സൈഡിൽ, അപ്പുറത്ത് വേറൊരു സൈഡിലായിട്ട് രണ്ട് സൈഡിലും ഫുള്ള് ഷോപ്സാണ്. നമ്മുടെ പുരാവസ്തുക്കളായിട്ടുള്ളതാണെങ്കിൽ ആൻറ്റിക്സ്, പിന്നെ ഡ്രസ്സസ്, പിന്നെ ഈ ഒരു പ്രതിമ, അങ്ങനത്തെ തരത്തിലുള്ള പാത്രങ്ങൾ, അങ്ങനത്തെ കുറേ തരത്തിലുള്ള ഓരോരോ ആൻറ്റിക്കായിട്ടുള്ള പലതരത്തിലുള്ള ഷോപ്പുകളാണ് ഇവിടെ ഫുള്ള് കാണുന്നത്. അതിൻ്റെ കൂടെ തന്നെ കഫേസും കാണാം. അതായത് മൂച്ച് കഫേ, പലതരത്തിലുള്ള കഫേസും കാണാം. നമ്മൾ ഫോട്ടോ സെക്ഷൻസ്, നമുക്ക് ഒരു ഈസ്തറ്റിക് ടൈപ്പിൽ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുന്ന നല്ല സ്പോട്സാണ്. അക്കാലത്തിലെ ജൂതമത വിശ്വാസികൾ, ഒരു ഹിസ്റ്ററി പഠിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ആ കാലത്തിലെ ആ ടൈമിലെ ജൂത വിശ്വാസികളൊക്കെ നേരിടേണ്ടി വന്ന കുറേ പ്രശ്നങ്ങളുണ്ട്. അതിനെയൊക്കെ കാണിച്ചു തരുന്ന ഒരു ഹിസ്റ്റോറിക്കൽ പ്ലേസ് ആണ് ഈ ജൂഡ് സ്ട്രീറ്റ്. അതേ കണ്ടോ, നമ്മളിവിടുന്ന് മുന്നോട്ട് നടക്കുമ്പോൾ ഓരോ സ്ഥലത്തും ആൻറ്റിക് ഷോപ്പുകളാണ്. ഏതെങ്കിലും നല്ലൊരു ആൻറ്റിക് ഷോപ്പിൽ കയറണം എന്നാണ് ആഗ്രഹം. ഫ്രണ്ടിലോട്ടുണ്ടെങ്കിൽ കൺഫേം ആയിട്ടും കയറണം. എന്താണെന്നറിയില്ല എൻ്റെ പ്രൊസീജിയർ. അറ്റ് ലാസ്റ്റ് ഞങ്ങളൊരു ആൻറ്റിക് ഷോപ്പ് കണ്ടെത്തി. എനിക്കിഷ്ടപ്പെട്ടൊരു ഷോപ്പായിരുന്നു. കയറി ഒരു പെർ ഹെഡിന് 25 റുപ്പീസാണ്. അതിനകത്ത് കയറുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു ലെഫ്റ്റ് സൈഡിലായിട്ടൊരു നാച്ചുറലായിട്ടുള്ളൊരു ഒരു കിണർ അവിടെ തന്നെ ഉണ്ട്. ഞാൻ പുള്ളിയോട് ചോദിച്ചു പുള്ളി പറഞ്ഞു അത് ഒരു 50 വർഷത്തെ പഴക്കമുള്ളതാണ്. ഈ ഒരു കിണർ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാം ഈ ഷോപ്പിനപ്പോൾ എത്രമാത്രം പഴക്കം ഉണ്ട് എന്നുള്ളത്. ബാക്കി നമുക്ക് ഈ പുള്ളിയോട് ചോദിക്കാം. സെയിൽ വിത്ത് മ്യൂസിയം. ഓക്കെ, ഇതിൻ്റെയൊക്കെ സ്റ്റാർട്ടിംഗ് റേറ്റ് എങ്ങനെയായിരിക്കും? എങ്ങനെയാണ് ഈ കാർ പഴയ മോഡൽ കാറാണ്, ഇത് വിൽപ്പനക്കുള്ളതല്ല. അല്ല, ആണല്ലേ? ഇത് ഡിസ്പ്ലേക്ക് വെച്ചിരിക്കുന്നതാണ്, പക്ഷെ വർക്കിംഗ് കണ്ടീഷനാണ്. സെയിൽ നല്ല. ഓ 6. ഓക്കെ. ഇതിനകത്ത് ഇങ്ങനെ വെച്ചേക്കുന്ന അറൗണ്ട് എനിക്കൊന്ന് റയർ ആയിരിക്കും ഇങ്ങനെ അകത്ത് കൊണ്ട്. ഇതൊക്കെ പുറത്തെടുക്കാറുണ്ടോ? പാർക്ക് ചെയ്യും. ഓക്കെ ഓക്കെ ഓക്കെ. പല ആൾക്കാരും വില ചോദിക്കുന്നുണ്ട്, കൊടുക്കില്ല. നമുക്കിത് 4-5 ആൾക്കാരുടെ കൈമറിഞ്ഞ് കിട്ടിയതാണ്. ഇത് മാർബിളാണ്, മാർക്കുവാണ്. ആളും വണ്ടിപ്പണിക്കാരുണ്ട് ഇവിടെ. ഇതേപോലുള്ള പണി വർക്ക്ഷോപ്പിന്റെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, അവരൊക്കെ വെച്ചിട്ടുണ്ട്. ഇതെല്ലാം വർക്കിംഗ് കണ്ടീഷനാണ്. പല കൺട്രീസിൽ നിന്നും കൊണ്ടുവച്ചേക്കുന്ന ഓരോ ആന്റിക് സാധനങ്ങളാണ്. അതായത് മ്യൂസിയം ആണ്, സെയിലും ഇതുണ്ട്. കാസ് എല്ലാം ഡിസ്പ്ലേ ആണ്, സെയിൽ ചെയ്യാൻ പറ്റത്തില്ല, സെയിലിന് പോകില്ല. ഈ പീസിനെല്ലാം സെയിലുണ്ട്, എല്ലാം
പല ഡിഫറെൻറ്റ് കൺട്രീസിലൊന്നും കൊണ്ടുവരാൻ പറ്റും. ഈ കാർ എടുക്കുന്നില്ല, അവർക്ക് ടൗണേഴ്സ് വരും, ഇടയ്ക്കൊക്കെ വന്ന് അവർ പുറത്തൊക്കെ കൊണ്ടുപോയിട്ട് ഓടിക്കും, തിരിച്ചുകൊണ്ടെടുക്കും. ഗൈസ്, ഫൈനലി എൻ്റെ നമ്പർ എനിക്ക് പണ്ടത്തെ പോലെ കറങ്ങി വിളിക്കാൻ പറ്റുന്ന ഒരു സാധനം കിട്ടിയിരിക്കുകയാണ്. ജസ്റ്റ് ഫോർ ഫൺ. അങ്ങനെ ഞങ്ങൾ ഇവിടെയും കണ്ട് കവർ ചെയ്ത് കഴിഞ്ഞു. കൊള്ളാം, എല്ലാത്തിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഇടുന്നുണ്ട്. ഫുള്ള് കണ്ടു, അടിപൊളിയാണ്. അറൗണ്ട് 15 ഇയേഴ്സ്, 50 വർഷത്തിന് മേളിൽ പഴക്കമുള്ള ഒരു ആൻറ്റിക് പീസിൻ്റെ ഒരു ടോട്ടൽ സമാഹാരം എല്ലായിടത്തും ഉള്ള ഒരു സ്ഥലമാണത്. അതായത് കണ്ടോ, പഴയ അത്യാവശ്യം നല്ല വിൻറ്റേജ് ഐറ്റംസ് ഇതെല്ലാം റണ്ണിങ് ആണ്. ഇവിടുത്തെ ഓണേഴ്സ് ഡേറ്റ് മീൻസ് രാവിലെ ഇല്ലെങ്കിൽ വേറൊരു സമയത്ത് അവരൊന്ന് എടുത്തിട്ട് അവരത് കഴിഞ്ഞിട്ട് തിരിച്ചിവിടെ കൊണ്ടിടും. അങ്ങനത്തെ ഒരു പർപ്പസിനോടുള്ള ഒരു സ്ഥലമാണ് ഈ പിള്ളേരും ഇവിടെ നിൽക്കുന്നത്. സമയത്തിനൊക്കെ ഒത്തിരി വിലയുണ്ടെന്ന് പറയുമ്പോൾ നല്ല പഴക്കമുള്ളൊരു ക്ലോക്ക് കണ്ടു. നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങൾ ചോദിച്ചപ്പോൾ അറൗണ്ട് കുറേ വർഷത്തെ പഴക്കം, പണ്ട് കാലത്ത് ആൾക്കാർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ക്ലോക്കും കോളാമ്പിയും പാട്ട് കേൾക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഓരോരോ സാധനങ്ങളാണ്. ഇത് കണ്ട് ഞാനും വണ്ടറടിച്ച് നടക്കുമായിരുന്നു. താങ്ക് യു. ബൈ. ഞങ്ങൾ ഫൈനൽ ഇവിടുന്ന് ഇറങ്ങി. ദേ ആ കാണുന്ന ഈ ക്ലോക്ക് ടവർ ഉണ്ടല്ലോ, ലോങ് അതിൽ കാണുന്ന ക്ലോക്ക് ടവർ 1760 അറിയപ്പെടുന്ന ഒരു ജൂത വ്യവസായി എസെക്കിൽ റഹാബി എന്ന് പറഞ്ഞൊരു ജൂതനാണ് ഇത് നിർമ്മിച്ചത്. ഈ യൂറോപ്യൻ കൺട്രീസിലൊക്കെ ഉണ്ടായ കുറച്ച് പ്രശ്നങ്ങൾ, ജൂതന്മാർക്കുണ്ടായ പ്രശ്നങ്ങൾ കാരണം അതിൽ കുറച്ച് പേര് കൊച്ചിയിലെത്തപ്പെടുകയും അവർക്ക് വേണ്ടിയിട്ട് പണി കഴിച്ച ദേവാലയമാണ് ഈ കാണുന്ന ദേവാലയം. ഇതിൻ്റെ പണി കഴിഞ്ഞത് 1568 അത്രയും പഴക്കമുണ്ട്. ഞങ്ങൾ വന്ന സമയം ചെറുതായിട്ടൊന്ന് മാറി, ബിക്കോസ് 2:05 2 മണിവരെ ഇവിടുത്തെ ഓപ്പണിംഗ് ടൈം ഉള്ളൂ. ഇനി അടുത്ത സൺഡേ വരാൻ പറഞ്ഞു. ക്ലോസ് ചെയ്ത്, ഇവിടെയാണ് മെയിൻ ഡോറ്. ആ ഡോറ് പുള്ളി ക്ലോസ് ചെയ്തുകൊണ്ട് പോവാണ്. ഇനി നെക്സ്റ്റ് സൺഡേ ഉള്ളൂ നമുക്ക് വരാൻ. അങ്ങനെ ചർച്ചിൽ ഞങ്ങൾക്ക് കയറാൻ പറ്റിയില്ല. ചർച്ചിൽ നിന്ന് പിന്നെ ഞങ്ങൾ ഇറങ്ങി തിരിച്ചു പോകാനുള്ള പരിപാടി തുടങ്ങുകയാണ്. സൗണ്ട് കേൾക്കുന്നില്ല ഗൈസ്, ഞാൻ കുറേ അടുത്തിനി ഞങ്ങൾ വരുന്ന യാത്ര കോട്ടയത്തോട്ടാണ്. ഞങ്ങളുടെ ഫ്രണ്ട്, ഞാൻ ഫസ്റ്റ് സൂചിപ്പിച്ച് ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ നിന്ന് ഒരു ഗിഫ്റ്റ് മേടിക്കാനുണ്ട്. പക്ഷെ അത് നല്ല ഇരിക്കുമായിരുന്നു. സോ നേരെ പോയി ലഞ്ച് കഴിച്ചു. ഓക്കെ ഫ്രണ്ട്സ്, എഗെയിൻ നമ്മുടെ ജേണി സ്റ്റാർട്ടായിട്ടുണ്ട്, കോട്ടയത്തോട്ടുള്ള യാത്ര. ഓക്കെ, ഞാൻ ഇനി അവിടെ എത്തിയിട്ട് കാണാം. ഓക്കെ, അങ്ങനെ ഞങ്ങൾ പുള്ളിയുടെ വീടെത്താറായി. പക്ഷെ നല്ല രാത്രിയായി. സോ ഞങ്ങൾ കളക്ട് ചെയ്യും, പെട്ടെന്ന് പോയി കളക്ട് ചെയ്തിട്ട് ഞങ്ങൾ ലാസ്റ്റ് ആ വീഡിയോ കാണിച്ചു തരാം എന്താ ഗിഫ്റ്റ് എന്നുള്ളത്. നമ്മൾ ഗിഫ്റ്റ് പൊട്ടിച്ചിരിക്കുന്നു. ബാക്കിയും കൂടെ ജസ്റ്റ് ഒന്ന് കാണിക്കൂ. വാവ്, ഇതാണ് ഞാൻ പറഞ്ഞ സ്പെഷ്യൽ ഗിഫ്റ്റ് ഫ്രം കാനഡ. ഞങ്ങളുടെ കാനഡ ഫ്രണ്ടിൻ്റെ വക. താങ്ക് യു ഫ്രണ്ടിൻ്റെ പേര് മെൻഷൻ ചെയ്യേണ്ടെന്ന് സ്പെഷ്യലി എൻ്റെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ പേര് മെൻഷൻ ചെയ്യുന്നില്ല. ലാസ്റ്റ് ഞങ്ങൾ ഗിഫ്റ്റൊക്കെ മേടിച്ചു. ഓക്കെ, ബൈ ഗൈസ്, താങ്ക്സ് ഫോർ